അപ്പം ഇന്നും വന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂല എന്ന് തീർത്തും പറഞ്ഞു. മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും. അഫാനെ കുറിച്ചിട്ട് ഈ വല്യമ്മ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഈ വീട് കൊച്ചു എടുത്തിട്ട് ഇപ്പം 4 വർഷം വരെ ആവും അവർക്കായിട്ട് വെച്ചത്. അവരാരെ മക്കളെ കൂടെ നിൽക്കില്ല. ഈ പള്ളി നടയിൽ നിന്ന് അവർ പോവുകയില്ല. നമ്മളെ വാപ്പ പള്ളിയിൽ ജോലിയുള്ള ആളായിരുന്നു. പള്ളിയുടെ നടയിൽ അപ്പം മദ്രസയിൽ കൊച്ചുങ്ങളുണ്ട്, ഉസ്താദന്മാരുണ്ട്, വലിയ കമ്പനിക്കാരൊക്കെ പോലെ അവർ കഴിഞ്ഞു. പകലൊക്കെ അവരങ്ങനെ കാണും, കൊച്ചുങ്ങളിറങ്ങി വരും, കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് നേരം കളയും. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് വരൂല. ഇപ്പം വയ്യ, യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട്. മുമ്പുള്ള കാലങ്ങളിലൊക്കെ വരുമായിരുന്നു, എല്ലാ ആവശ്യത്തിനും വരുമായിരുന്നു. ഇപ്പം യാത്രയ്ക്ക് വണ്ടിയിലൊന്നും ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് വരൂല. പയ്യനുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ? ഏത് പയ്യൻ? അഫാനുമായിട്ട് അവരെ ഏറ്റവും ഇളയ മോനാണ്. അവനുമായിട്ട് എല്ലാ ചെറുമക്കളെക്കാളും കാര്യമാണ്. അവർക്ക് കിട്ടണ പൈസ ബാക്കിയുള്ളവർ മരുന്ന് മേടിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും ഇവൻ വരുമെങ്കിൽ അവർ കൊടുക്കും. അവൻ്റെ കൂടെയാണ് ഈ ചെറുമക്കളിൽ കൂടുതൽ 26 ചെറുമക്കളുണ്ടെങ്കിൽ യവൻ്റെ കൂടെയാണ് കൂടുതൽ പൈസ ആയിട്ടും ആഹാരത്തിനായാലും അവർ കൊടുത്തോണ്ടിരുന്നു. അങ്ങനെയാണ് ഇവൻ്റെ വാപ്പാരെ പറ്റും പറഞ്ഞു. അവന് കടബാധ്യതയുണ്ടെന്നും പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞ് അവരവരെ കൊണ്ടുവെക്കണ സഹായം പൈസയായിട്ടും സ്വർണ്ണമായിട്ടും എല്ലാം സഹായിച്ച് ഉമ്മാരെടുക്ക വന്നു. 2 മോതിരം അവരെ കയ്യിൽ കിടന്നു. അതവർ കൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ വരുമ്പോൾ പറയണത് പൈസ ഉണ്ടായിരുന്നു. അതും ഇവനും എൻ്റെ ഉമ്മായുമായിട്ട് വന്ന് മേടിച്ചോണ്ട് പോയി. പിന്നീട് അവർ പല ദിവസവും ഇവൻ്റെ കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് 2 മാല, 2 പേരായിട്ട്. ഒരു മാല അവർ കഴുത്തിയിട്ടേക്കും, ഒരു മാല ഇവിടെ വെച്ചേക്കും. അപ്പോൾ ഈ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നിയായിരിക്കും അത് ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന്. പിന്നെ മോളെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തോന്ന് തന്നെ പറഞ്ഞു. അതിൽ ഇരട്ടയാണ്, ഒരാണും ഒരു പെണ്ണും. ആണാൾ കൊടുത്ത് പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്ത് അവർ കഴുത്തിയിട്ടുണ്ട്. ഈ മാല പല ദിവസവും ഇവൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമ്മ പറഞ്ഞതാണ്. പിന്നെ അപ്പം ഇന്നും വന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂല എന്ന് തീർത്തും പറഞ്ഞു. മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമ്മ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും. ഈ മാല കൊടുക്കാത്തതുകൊണ്ടായിരിക്കും ഇത്തരൊരു സംഭവം. അഫാനെ കുറിച്ച് അറിയാൻ കഴിയുന്നത് ജയിലിൽ നിന്ന് ബോധം വന്നപ്പോൾ അവൻ അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈകാലുകളൊക്കെ കൂട്ടിക്കെട്ടിയ രീതിയിലാണെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും തക്കതായൊരു ശിക്ഷ തന്നെ അവനിക്ക് കിട്ടണം. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഭയക്കുന്ന രീതിയിൽ തന്നെയുള്ള ശിക്ഷ കിട്ടണം. ഈ വല്യമ്മ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിനെ പറ്റി എനിക്ക് നമ്മളെ മനസ്സങ്ങനെയാണ് പറയണത്. ഈ മാല കൊടുക്കാത്ത വാശിയായിരിക്കും. പിന്നെ ഇതിനേക്കാൾ തള്ളയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവോളം നിൽക്കണതും മരിച്ച സഹോദരനായിരുന്നു. ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കണത് അവനാണ്, ലത്തീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും അവനെയും കൂടെ കൊല്ലപ്പെടുത്തിയത്. ഇഷ്ടമായിട്ടാണെന്നാണ് നമ്മളെ ഹൃദയം പറയണല്ല. അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പെണ്ണിനെ ഇങ്ങനെ സ്നേഹമാണെന്നും കൊണ്ട് ബന്ധമുണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പം ഈ കൊല നടത്തിയതിന് ശേഷമേ നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ. നമുക്കറിഞ്ഞുകൂടാ. ഇനി എന്തേലും പറയാം. ഇന്ന് ഒരു 2 ദിവസം ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ഇനി കൂടുതലും ഒന്നും പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെ അറിവിലുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ. മാമി ഇന്ന് വിളിച്ചാൽ അവൻ അത്രയും വിളിക്കൂല. നമ്മളെ കാണുമ്പോഴൊക്കെ ഇവിടെ വരുമ്പം കാണുന്നത് എന്നല്ല ആവശ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വരും. 2 മാസത്തേക്ക് മുമ്പ് 4ാമത്തെ സഹോദരൻ്റെ അവിടെ അവനൊരു മോളുണ്ടായിരുന്നു. കല്യാണത്തിന് വന്ന് ചേട്ടനുമായിട്ട് വന്ന് കല്യാണത്തിനൊക്കെ പങ്കെടുത്ത് പോയതാണ്. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ഉമ്മയെ കാണാൻ മുറയ്ക്കും വരുമായിരുന്നു. ഇങ്ങോട്ട് വരണത് ഈ മാലയ്ക്ക് വേണ്ടിയാണെന്ന് ഉമ്മ പറയും നമ്മൾ വരുമ്പോൾ. ചെറിയ പയ്യൻ വരാറുണ്ടോ? മിക്ക ദിവസവും യവനുമായിട്ട് തന്നെ വരണത്. പക്ഷെ ആ കൊച്ചൊന്നും പറയൂല, അങ്ങനെ സംസാരിക്കണ കൊച്ചല്ല. പക്ഷെ ഉമ്മാരോടെ അവൻ കാര്യം പറയൂ. ഉമ്മാരോടെ ഈ 2 മക്കൾക്ക് ഒരു പ്രത്യേക സ്നേഹമാണ്. എന്നാൽ എല്ലാ മക്കളോടെയും കൂടെ ഉണ്ടെങ്കിൽ ഈ 2 മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. ബാക്കി ഈ ഇളയ കൊച്ച് എല്ലാവരുടെയും എന്തെങ്കിലും നമ്മൾ ചോദിക്കണമെങ്കിൽ അതിന് വാ തുറന്നാൽ വിളി കേൾക്കാത്ത സംസാരമാണ് പറയും ഈ മരിച്ച കൊച്ച്. യവനെ കണക്ക് മൂത്തോനെ കണക്ക് വാ തുറന്ന് അവൻ സംസാരിക്കില്ല. അത്ര പാവം കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവനെയും കൊന്നു. അവിടെ പോയി സംസാരിക്കുമ്പോഴും പറയുന്നത് പയ്യന് ആയിട്ട് അങ്ങനെ എന്താ പറയുക
അങ്ങനെ മോശം ഇതൊന്നുമില്ല, നല്ല രീതിയിൽ നടക്കുന്ന പയ്യനാണ്. ഇതുവരെയ്ക്ക് യവനാണെന്നുള്ളത് കേട്ടിട്ട് ഇത് വെളിയിൽ നിറഞ്ഞ് ഈ പത്രത്തിലും ചാനലിലും വന്ന് ഇങ്ങനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഞെട്ടണത് യവൻ തന്നെ ഇത് ചെയ്തതെന്നുള്ളത്.